ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം. അതായത് തിങ്കളാഴ്ച നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം ആണ്, രാവിലെയാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മാത്സിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു മാരത്തോൺ വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. ഓക്കെ, ലൈവ് ആയിരിക്കില്ല, റെക്കോർഡഡ് ആയിരിക്കും. അതേസമയം എൻ്റെ മൊബൈൽ നമ്പറിൽ ഞാൻ മെൻഷൻ ചെയ്യാം, വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഞാൻ കരുതുന്ന ഒരു സമയം 4 മണിയാണ്. അപ്പോൾ അത് 4 മണിക്ക് മതിയോ? അതായത് ഉച്ചയ്ക്ക് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും. അപ്പോൾ ആ സമയത്തേക്ക് തന്നെ വേണോ? അത് വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും മതിയോ? എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ സമയത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ ഡിസ്കഷന്റെ അവസാന വീഡിയോ ആണല്ലോ. അവസാന വീഡിയോ നമ്മൾ തുടങ്ങുന്നത് 20ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ആണ്. ഓക്കെ, ഇവിടെയാണ് അവസാന സെക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ എന്താ സ്ക്രീനിൽ കണ്ട് നിങ്ങൾക്ക് കാണാം. ഇഫ് എ സർക്കിൾ ഡ്രോൺ ടു പാസ് ത്രൂ പോയിന്റ്സ് പി ക്യു ആർ ഇൻ ദ പിക്ചർ, ദ പോയിന്റ് എസ് ഷുഡ് ബി. മലയാളത്തിൽ പറഞ്ഞാൽ പിയിലൂടെയും ക്യൂവിലൂടെയും ആറിലൂടെയും കടന്നു പോകുന്ന വിധം ഒരു വൃത്തം വരച്ചാൽ, പി ക്യു ആറിൽ കടന്നു പോകുന്ന വിധം ഒരു വൃത്തം വരച്ചാൽ എസിന്റെ സ്ഥാനം എന്താണ്? എസ് നിലയിൽ മോൾട്ട പോയിന്റിന്റെ സ്ഥാനം എന്താണ്? ഓക്കെ, ഇത് ബേസിക് ആയിട്ട് സർക്കിൾസ് എന്ന പാഠത്തില്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള പാഠത്തില് ബേസിക് ആയ കാര്യമാണ്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നിസ്സാരമാണ്. ഇത് 4 സൈഡുകൾ ഉണ്ടല്ലോ. 4 സൈഡുകൾ ഉണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും? ചതുർഭുജം എന്ന് മലയാളത്തിൽ വിളിക്കും. ഇംഗ്ലീഷില് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും, അല്ലെ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ, ആകെ കോൺ, ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360. 4 വശം ഉണ്ടെങ്കിൽ ടോട്ടൽ എത്രയാണ്? 360. അതിലിവിടെ 100 ഉണ്ട്, 95 ഉണ്ട്, 195 ആയി. വീണ്ടും ഒരു 85 ഉണ്ട്, അപ്പൊ 280 ആയി. 360 280 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 80. അപ്പൊ ഈ പോയിന്റ്, ഈ ആംഗിൾ എത്രയാണ്? 80. ഈ കോണ് 80 ആണ്. 80 ആണെങ്കിൽ എന്താ? ഇവിടെ നമ്മൾ കണക്റ്റഡ് ആയിട്ട് പഠിച്ച കാര്യം എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം പകുതി, സെമി സർക്കിൾ, സർക്കിൾ ഓർ സെമി സർക്കിൾ. ഓക്കെ, അതിന്റെ ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന്, ഡയമീറ്റർ അഥവാ വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിലേക്ക് ഓൺ ദി സർക്കിൾ, ഓക്കെ, വൃത്തത്തിലേക്കൊരു ലൈൻസ്, 2 ലൈൻസിന് വരച്ച് കൂട്ടി യോജിപ്പിച്ചാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു സെമി സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന്, 2 എൻഡ്സിൽ നിന്നും സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. വ്യാസത്തിന്റെ അറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് വരച്ചാൽ, ഓരോ വരകൾ വീതം വരച്ചാൽ അവിടെ ഉണ്ടാവുന്ന ആ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ അറ്റത്തിൽ നിന്ന് ഇങ്ങനെയും ആവാം, അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം. 2 സാധ്യതകൾ കൂടിയിട്ടല്ലോ. വൃത്തത്തിലാവാം എന്നുള്ളത് പോലെ തന്നെ കൂട്ടിമുട്ടുന്നത് ഇവിടെ ആവാലോ, അല്ലെങ്കിൽ വൃത്തത്തിന്റെ പുറത്തു ആവാം. വൃത്തത്തിന്റെ അകത്താണെങ്കിൽ അത് 90-നേക്കാൾ കൂടുതലാണെന്നും മറ്റേത് 90-നേക്കാൾ കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, വൃത്തത്തിന്റെ പുറത്താണെങ്കിൽ ആ ആംഗിൾ എത്രയായിരിക്കും? 90-നേക്കാൾ കുറവ്. ഇപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? ഈ 3 പോയിന്റ് കൂടെ കടന്നു പോകും വിധം ഒരു വൃത്തമുണ്ട്, അല്ലെ? ആ വൃത്തം എവിടെയായിരിക്കും? ആ വൃത്തത്തിൽ ഈ പോയിന്റിന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. 90-ൽ കുറവായതുകൊണ്ട്, 80 എന്ന് പറയുന്നത് എന്താണ്? 90-നേക്കാൾ കുറവായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം എസ് എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? വൃത്തത്തിന്റെ പുറത്ത്. ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്സൈഡ് ദി സർക്കിൾ, ഇൻസൈഡ് ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ, കാൻ ബി ഡിസൈഡഡ് ഫ്രം ദി ഗിവൺ ഫാക്ട്സ്. കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്തൊക്കെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പുറത്ത്, അകത്ത്, വൃത്തത്തിൽ. ഈ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. 4 ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതിനിവിടെ സഹായിക്കുന്നത് ഇതാ ഈ പോയിന്റ് ആണ്. ഓക്കെ, ഇതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് സാധ്യത ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റോളിൽ വരും കേട്ടോ. മാറ്റർ ക്ലാസ്സിൽ അതൊക്കെയാണ് വരാൻ പോകുന്നത്. ഓരോന്നും വെച്ചിട്ടുള്ള കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും മാക്സിമം. ഓക്കെ, ഇനി അടുത്തത് 21 ആണ്. 21 നോക്കാം. 21 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, എയും ബിയും. ഓക്കെ, പ്രസ്താവന എന്നൊക്കെ മലയാളത്തിൽ പറയാം. 2 സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇൻ എനി സർക്കിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ ദ ഓപ്പോസിറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആർക്ക്. മലയാളത്തിൽ എന്താ പറഞ്ഞത്? ഒരു സർക്കിളിലെ കേന്ദ്ര കോണിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. എങ്ങനെയാണ്? ഒരു വൃത്തത്തിലെ ഒരു ചാപം, ഇങ്ങനെ ചാപം ഉണ്ട്. ഇതൊരു ചാപം, ഇത് മറുചാപം. ഓക്കെ, ആർക്കും
അനദർ ആർക്ക്. ഓക്കെ, ഓപ്പോസിറ്റ് ആർക്കിനെ കൊടുക്കുക. ഈ ആർക്കിന്റെ എൻഡിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ, അതിന്റെ പകുതിയായിരിക്കും ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാവുന്ന, മറുചാപത്തിൽ ഉണ്ടാവുന്ന കോൺ. അത് നമുക്കറിയാമല്ലോ, നമുക്കറിയാവുന്ന കാര്യമില്ല. ഇവിടെ 100 വന്നാൽ ഇവിടെ എന്ത് വരും? 50 വരും. ബേസിക് ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. അത് മനസ്സിലായില്ലേ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് തന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് എ ശരിയാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബി നോക്കാം. സ്റ്റേറ്റ്മെന്റ് ബി ഈ പാഠത്തിൽ നിന്നോ ഒന്നുമല്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മുൻകാലത്തെ ഒരു വിവരമാണ്. ഇവിടെ അത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഉണ്ടായിരിക്കാം. ഓക്കെ, ഉണ്ടാവാതിരിക്കാം. എന്തായാലും ഇപ്പൊ ഓർമ്മയിൽ നമുക്ക് ഈ പാഠത്തിൽ അത് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം എന്താ? സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നു, ഇൻ എനി ട്രയാങ്കിൾ ദ ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഈസ് ദ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് അറ്റ് ദി അതർ ടു വെർട്ടീസസ്. എന്താ പറഞ്ഞേ? മലയാളത്തിൽ എന്താ പറഞ്ഞേ? ഒരു ത്രികോണത്തിൽ ഒരു മൂലയുടെ ഔട്ടർ ആംഗിൾ, ഒരു മൂലയുടെ പുറം കോൺ എന്ന് പറയുന്നത് എതിർ മൂലകളിലുള്ള അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. ഒന്നുകൂടി കുറച്ച് കൺഫ്യൂഷൻ അല്ലേ? ഒരു ട്രയാങ്കിൾ, അതിന് 3 വെർട്ടീസസ്, 3 മൂലകളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു മൂല, അതിന്റെ പുറം കോൺ എടുക്കുക. ഇതാണല്ലോ അതിന്റെ പുറം കോൺ, ഔട്ടർ ആംഗിൾ ആണല്ലോ. ഓക്കെ, അത് എന്ന് പറയുന്നത്, ഇതിപ്പോ എത്രയോ ആയിക്കോട്ടെ എന്ന് പറയുന്നത്, എതിർവശം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അല്ലേ? എതിർവശത്തുള്ള ഇന്നർ ആംഗിൾ, അകക്കോൺ, ഉള്ളിലെ കോണുകൾക്ക് തുല്യമാണ്. അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. നമുക്കൊന്ന് നോക്കി നോക്കല്ലേ നടക്കുമെന്ന്. ഇപ്പൊ ജസ്റ്റ് റാൻഡം ആയിട്ട് നമുക്കൊരു വാല്യൂസ് എടുക്കാം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും എടുക്കുന്നു, 40, 60, 40, 60, 100 കിട്ടും. പിന്നെ ഇവിടെ എത്ര വരും? 80. ഓക്കെ, ഇങ്ങനെയല്ലേ വരിക? 40, 60, 80 ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കട്ടെ. റാൻഡം ആയിട്ട് നമുക്ക് നോക്കാം. ഇത് 80 ആണെങ്കിൽ ഒന്ന് ആലോചിച്ചേ, ഇത് എത്രയായിരിക്കും? ഇത് മൊത്തത്തിൽ ഒരു ഒറ്റ ആംഗിൾ ആയിട്ട് കണക്കാക്കിയാൽ ഇത് എത്രയായിരിക്കും? ഒരു വര വരച്ചു, അതിന്റെ മൊത്തം ആംഗിൾ, ലൈനിന്റെ ആംഗിൾ എത്രയാണ്? 180 ആണല്ലോ. അതിലൊരു ഭാഗം കൊണ്ടുപോയി, 80 കൊണ്ടുപോയി. അപ്പൊ ഇത് എത്രയായിരിക്കും? 100. അപ്പൊ ഇത് എത്രയായിരിക്കും? 100. ഇത് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും തുകയ്ക്ക് തുല്യമാണ്. ശരിയാണോ? ഇവരുടെ രണ്ടുപേരുടെയും തുകയ്ക്ക് തുല്യമല്ലേ? 60, 40 കൂട്ടിയാൽ എത്രയാണ്? അപ്പൊ അത് 100 ആയില്ലേ? ഇനി വേറെ, ഇതിപ്പോ സാറിന് തോന്നിയത് എടുക്കാം. ഇനി എക്സും വൈ ഒക്കെ വെച്ചിട്ട് ചെയ്യാട്ടോ. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകത്ത്. ഇവിടെ 50 എടുക്കുന്നു, ഇവിടെ 80 എടുക്കുന്നു. 80ഉം 50ഉം 130. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ എടുക്കുന്നു. അപ്പൊ ഇതെത്ര? ഒരു വര ആകെ 180, 50 പോയാൽ ഇത് 130. ഈ 130 എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ആണല്ലോ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ബി പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് ബിയും ശരിയാണ്. ആദ്യം ഉറപ്പിക്കേണ്ട കാര്യം തീർന്നു. സ്റ്റേറ്റ്മെന്റ് എയും ശരി, സ്റ്റേറ്റ്മെന്റ് ബിയും ശരി. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ശരി, മറ്റേത് തെറ്റ്, ചിലപ്പോൾ രണ്ടും തെറ്റ്, എന്തോ ആയിക്കോട്ടെ. ഇനി നമ്മളോട് ചോദിച്ചിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതാ നോക്കിക്കേ. എന്താണ്? എ ഈസ് ട്രൂ, ബി ഈസ് ഫാൾസ്. ഒന്നാമത്തെ ഓപ്ഷൻ എ ഈസ് ട്രൂ, ബി ഈസ് ഫാൾസ്. എ ശരിയും ബി തെറ്റും. ആ ഓപ്ഷൻ ശരിയാണോ? അല്ല. കാരണം എന്താ? എയും ശരിയാണ്, ബിയും ശരിയാണ്, അതല്ലേ ശരി. അപ്പൊ ഇവിടെ ബി ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ തെറ്റായില്ലേ? അപ്പൊ ആ ഓപ്ഷൻ അല്ല. രണ്ടാമത്തതും ശരിയല്ല. എന്താ? എ ഈസ് ഫാൾസ്, ബി ഈസ് ട്രൂ എന്നാണ്. അത് ശരിയാവുമോ? അതും ശരിയാവില്ല. കാരണം എന്താ? എയും ശരിയാണ്, ബിയും ശരിയാണ്. അപ്പൊ ഇവിടെ എഴുതിയത് തെറ്റാണ്. അപ്പൊ അതും രണ്ടാമത്തെ ഓപ്ഷനും ഇല്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ബോത്ത് ആർ ട്രൂ. അത് നമുക്ക് ബോത്ത് ആർ ട്രൂ. രണ്ടും ശരിയാണല്ലോ, രണ്ടും ശരിയാണ്. പക്ഷെ അതിന്റെ തുടർച്ച വായിക്കണം. ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. എ സംഭവിക്കാനുള്ള കാരണം ബി ആണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? നോക്കിക്കേ, രണ്ട് ശരിയാണെന്നുള്ള ഭാഗം ശരിയാ. പക്ഷെ ശ്രദ്ധിക്കണം, ഈ കാര്യം സംഭവിക്കുന്നതിന് കാരണം എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഇത് നടക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റൂ. ഇതും അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അപ്പൊ ആ ഓപ്ഷൻ ശരിയാണോ? ഓപ്ഷൻ സിയും ശരിയല്ല. അപ്പൊ ചാടി കയറി എഴുതരുത്. ബോത്ത് ആർ ട്രൂ എന്ന് കാണുമ്പോൾ ഇടാൻ തോന്നും. പക്ഷെ കണ്ടിന്യൂഷൻ ശ്രദ്ധിക്കണം. ബി ആണ് എക്ക് കാരണം എന്നാ പറഞ്ഞത്. അങ്ങനെ ഉണ്ടോ? എ ഇങ്ങനെ ആവാൻ പകുതി സെൻട്രൽ ആംഗിളിന്റെ പകുതി, അല്ലെ കേന്ദ്രകോണിന്റെ പകുതി ആവാൻ
ഇതെന്തെങ്കിലും റോൾ വഹിക്കുന്നുണ്ടോ? യാതൊരു റോളും ഇല്ല കേട്ടോ. അതിനെ കുറിച്ച് നമ്മൾ നോക്കുകയേ വേണ്ട, റോളില്ല. അപ്പൊ ആ ഓപ്ഷനും തെറ്റാ. നാലാമത്തെ ഓപ്ഷൻ എന്താ? ബോത്ത് ആർ ട്രൂ, രണ്ടും ശരിയാണ്. അതും ശരിയല്ലേ നമുക്ക് വേണ്ടത്, രണ്ടും ശരിയാണ്. ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ, അതാണ് കറക്റ്റ്. രണ്ടും ശരിയാണ്, പക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. റീസൺ ഇത് സംഭവിക്കാനുള്ള കാരണം ഇതല്ല, അല്ലല്ലോ, അല്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് ശരി ഉത്തരം. ഇത്രയേ പരിപാടിയുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക, ശരിയാണോ തെറ്റാണോ തീരുമാനിക്കുക, എന്നിട്ട് ഓപ്ഷൻസിലേക്ക് പോവുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 10 cm makes an angle of 18 degree at a point on the opposite arc. What is the length of arc? ഓക്കെ, എന്താ ചോദ്യം? 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തമുണ്ട്. അതിന് 2 ചാപങ്ങളാക്കിയിട്ടുണ്ട്. അതിലൊരു ചാപത്തിൽ നിന്ന് മറുചാപത്തിലേക്ക് ഒരു കോൺ വരച്ചിട്ടുണ്ട്. ഒരു ചാപത്തിൽ നിന്ന് മറുചാപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോൺ വരച്ചിട്ടുണ്ട്. അത് 18 ഡിഗ്രിയാണ്. നമുക്ക് നോക്കല്ലേ എങ്ങനെ സംഗതി. ഒരു വൃത്തമുണ്ട്. ഓക്കെ, ഒരു വൃത്തമുണ്ട്. ഓക്കെ ആണോ? അതിലൊരു ചാപം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, പി ക്യൂ. ഇപ്പൊ 2 ചാപങ്ങളായില്ലേ? ഇതൊരാർക്ക്, ഇത് ഓപ്പോസിറ്റ് ആർക്ക്, ചാപവും മറുചാപവും. ഓക്കെ, ഇങ്ങനെ ചാപങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പോസിറ്റിലേക്ക്, ഈ ആർക്കിൽ നിന്ന്, ഈ ചാപത്തിൽ നിന്ന് ഓപ്പോസിറ്റ് മറുചാപത്തിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആംഗിൾ എത്രയാണ്? 18 ഡിഗ്രിയാണ്. എങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് എത്രയാണ്? ഈ ചാപത്തിന്റെ നീളം എത്രയാണ്? ചാപത്തിന്റെ നീളം നമുക്ക് കാണാൻ അറിയാലോ. എങ്ങനെ ചാപത്തിന്റെ നീളം കാണുക? സമവാക്യം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താ ചാപത്തിന്റെ നീളം കാണാനുള്ള, ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഇക്വേഷൻ? സ്ഥലമില്ലാതെ അല്ലേ? അപ്പൊ ആൻസർ എഴുതി തുടങ്ങുമ്പോ ലെങ്ത് ഓഫ് ആർക്ക്, ചാപ നീളം എങ്ങനെ കാണാൻ? സമവാക്യം ഉണ്ടായിരുന്നു, മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. 2πr ഇൻറ്റു θ/360. തീറ്റ എന്ന് പറയാം, ചിലയിടത്ത് എക്സ് എന്ന് പറയും, ചിലയിടത്ത് സി എന്ന് പറയും. നിങ്ങൾക്ക് കൂടുതൽ പരിചയം എനിക്ക് തോന്നുന്നു സി ആണ്. സി എവിടെ? നമുക്കറിയാലോ. എന്താ സി? ഒരു സർക്കിള്, ഇതേപോലെ തന്നെ വൃത്തം, അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആർക്ക്. ഇത് സെന്റർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആർക്കല്ല, ഇവിടെ ഉണ്ടാക്കുന്ന കോൺ, ആംഗിൾ. ആ ആംഗിളിനെയാണല്ലോ നമ്മൾ എന്ത് വിളിക്കുക? സി എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാം, 2πr ഇൻറ്റു c/360. ഇങ്ങനെ ചെയ്യാലോ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കല്ലേ എന്താ ഉത്തരം കിട്ടുകയാണ്? എന്താ കിട്ടുക? 2π ഇൻറ്റു r എത്രയാണ്? നമ്മുടെ ഇവിടെ r എത്രയാണ്? ആരം 10 ആണ്, റേഡിയസ് 10 ആണ്. ഇൻറ്റു സി എത്രയായിരിക്കും? ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ തന്നിട്ടുണ്ടോ? ഇതുപോലത്തെ കോൺ തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാലോ ഇവിടെ എത്രയായിരിക്കും. നമുക്ക് തന്നാലും ഇല്ലെങ്കിൽ നമുക്കറിയാം ഇത് എത്രയാണ്. ഇത് 18 ആണെങ്കിൽ ഇവിടെ 36 ഡിഗ്രി. അവിടെ എന്തായിരിക്കും? 36 ഡിഗ്രി. അപ്പൊ 36/360 ആണല്ലോ. നമുക്ക് എന്നാ ചെയ്യാനുള്ളതൊന്നും ചെയ്ത് നോക്കിയാലോ. 10 × 36, 2π അടക്കട്ടെ കേട്ടോ. 10 × 36 എന്തായി? 360/360. വെട്ടിപ്പോയില്ലേ? പിന്നെ അതുണ്ടോ? ഇല്ല. അപ്പൊ എന്താ ഉത്തരം? 2π. എന്താണ് ഉത്തരം? 2π. ചാപത്തിന്റെ നീളം എത്രയാണ്? 2π. എത്ര മതി? പയ്യൊക്കെ പറഞ്ഞോട്ടെ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇത്ര മതി. ഇതിനപ്പുറം പോകേണ്ട കാര്യം, പൈയുടെ വില കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ഇല്ല. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ആയ കാര്യം ഇതാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സമവാക്യം നമ്മൾ അറിഞ്ഞിരിക്കണം, അത് വിടാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താ 23-ൽ എ? 23-ൽ എ എന്താണ്? ഇൻ ദ പിക്ചർ എ റെഗുലർ പെന്റഗൺ ഈസ് ഡ്രോൺ വിത്ത് വെർട്ടീസസ് ഓൺ ദി സർക്കിൾ. എന്താണ് ഈ ചിത്രത്തിൽ? ഒരു റെഗുലർ പെന്റഗൺ. എന്താ റെഗുലർ പെന്റഗൺ മലയാളം? സമപഞ്ചഭുജം എന്ന് വെച്ചാൽ എന്താ? 5 വശങ്ങളിലാണ് പഞ്ചഭുജം അഥവാ പെന്റഗൺ എന്ന് വിളിക്കുക. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ സമപഞ്ചഭുജം അഥവാ ഈ 5 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അവിടെ ഉണ്ട്. കാൽക്കുലേറ്റ് ദി ആംഗിൾ മാർക്ക്ഡ് ഇൻ ദി പിക്ചർ. ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ആംഗിൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആ കോൺ, ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള കോൺ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ ഇമേജ് ഇവിടെ ഒന്ന് വരയ്ക്കുന്നു. ഇങ്ങനെയാണല്ലോ ചിത്രം കൊടുക്കുന്നത് അല്ലെ? ഇതിൽ ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതാ ഈ ആംഗിൾ, ഈ കോണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കല്ലേ, ഇവിടെ പ്രത്യേകിച്ച് അക്ഷരങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ ഇവിടെ ഈ പഞ്ചഭുജത്തിന്, പെന്റഗണ് ABCD
ഇ എന്ന് കൊടുക്കുന്നു. ഓക്കെ, പലയാള സുഖത്തിന് പഞ്ചഭുജത്തെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നു, പെന്റഗൺ ഇങ്ങനെ വിളിക്കുന്നു, റെഗുലർ പെന്റഗൺ അല്ലേ. ഇത് ഞാൻ എഫ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് എന്ത് വേണേൽ എടുക്കാം, നമ്മുടെ ഇഷ്ടം. എന്നിട്ട് നമ്മളോട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 23A ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ AFB. ഇത് എന്താണ് അല്ലെ, അതെന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാലോചിച്ചേ. ഇത് കണ്ടുപിടിക്കാൻ ഒന്ന് നന്നായി ശ്രദ്ധിക്കണം. കുറച്ചധികം പരിപാടികളുണ്ട് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ കാര്യം, സമപഞ്ചഭുജത്തിന്റെ ആകെ കോൺ അഥവാ ടോട്ടൽ ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ എത്രയാണ്? ഇതന്നെയാണ് കേട്ടോ. ഒരു റെഗുലർ പെന്റഗന്റെ ആദ്യം നമുക്ക് അത് അറിഞ്ഞിരിക്കണം. ആകെ കോണളവ്, ഒരു സമപഞ്ചഭുജത്തിന്റെ ആകെ കോണളവ്, ഒരു ഏത് വശമായിക്കോട്ടെ, മീൻസ് എത്ര വശങ്ങളോ ഉള്ള രൂപമായിക്കോട്ടെ, വശങ്ങളുടെ എണ്ണം നമ്മുടെ വിഷയം എത്ര ആയിക്കോട്ടെ, അതിന്റെ ആകെ കോണളവ് എങ്ങനെ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു സമവാക്യമുണ്ട്. n-2 × 180. എന്താണ്? n-2 × 180. ആകെ കോണളവ്. നിങ്ങൾക്ക് 6 വശമുള്ളതിന്റെ 100 വശമുള്ളതിന്റെ 100 വശങ്ങളില്ലാണ്ട് ഒരു രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെന്താ വിളിക്കാൻ എനിക്കറിയില്ല. 100 വശങ്ങളുണ്ട്, 100 സൈഡ്സ് ഉണ്ട്, സൈഡ്. അതിന്റെ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. എന്താ അതിന് n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സൈഡ്സ്. എന്താണ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ ഞാൻ അവിടെ ചെയ്യാണ്. നമ്മുടെ ഇവിടെ എത്ര സൈഡ്സ് ഉണ്ട്? വശങ്ങളുടെ എണ്ണം. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം. ഇവിടെ എത്ര ഉണ്ട്? 5. അപ്പൊ 5 - 2 × 180, അഥവാ 5 ന് 2 പോയാൽ 3, 3 × 180 540. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇത് എന്തിനു കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഞാൻ അത്രയും വിശദമായിട്ട് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ. എന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഈ സമപഞ്ചഭുജം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലെ, സമപഞ്ചഭുജം റെഗുലർ പെന്റഗൺ, അതിന്റെ ഓരോ ആംഗിളും എത്രയാണ് അറിയാം. അതാണ് ആവശ്യം. ഒന്ന് ആലോചിച്ച്, സമപഞ്ചഭുജം അഥവാ റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ കോണുകളും തുല്യമാവുമല്ലോ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ വശങ്ങൾ മാത്രമാണോ തുല്യമാവുക? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല, സൈഡ്സിന്റെ ഒപ്പം ആംഗിൾസ് സെയിം ആവും അല്ലെ, വശങ്ങളും കോണുകളും തുല്യമായിരിക്കും. അപ്പൊ എന്റെ ആവശ്യം ഇത് എത്രയെന്ന് അറിയാം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അത് കാണാതെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി പറഞ്ഞ് ആദ്യം നമ്മൾ ആകെ എത്ര ഉണ്ട് നോക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ 5 എണ്ണം കൂടി കൂട്ടിയാൽ 540 ഉണ്ട്. 5 എണ്ണം കൂടി കൂട്ടിയാൽ 540 ആണെങ്കിൽ ഒരു കോൺ, എന്റെ ആവശ്യം എന്താ? ഏതെങ്കിലും ഒരു കോൺ കിട്ടിയാൽ 1 ആംഗിൾ, എനി 1 ആംഗിൾ. ഓക്കെ, ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ എങ്ങനെ കണ്ടുപിടിക്കുക? 540 ഹരിക്കണം 5. 5 എണ്ണം കൂട്ടിയാൽ 540 ആണെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 540 ഹരിക്കണം 5 108 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടി? ഇതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ, ഒരു റെഗുലർ പെന്റഗന്റെ സമപഞ്ചഭുജത്തിന്റെ ഒരു കോൺ 108 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. ഇത് എഴുതണമെന്ന് നിർബന്ധമേ ഇല്ല. ഓക്കെ, ഞാൻ ഇത് കണ്ടുപിടിക്കുക. ഇത് അറിയാത്തവർക്ക് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഞാൻ മായ്ക്കാൻ പോവാണേ. ഓക്കെ, അതിന് മുമ്പായിട്ട് അവിടെ എഴുതിയേക്കാം. ഇത് 108 ആണല്ലോ. ഇതും 108, ഇതും 108, ഇതും 108 അല്ലെ. ഈ 2 ഞാൻ എഴുതുന്നില്ല, 3 ഞാൻ എഴുതുന്നില്ല. എന്താ കാര്യം ഞാൻ പറയാം. എല്ലാം 108 കേട്ടോ. ഇത് 108 ഞാൻ എഴുതി അല്ലെ. ഓക്കെ, മായ്ക്കണം, എന്തായാലും വേണ്ട. ഇതൊക്കെ തന്നെയാണ് 108. ക്ലിയർ ആണല്ലോ? അവിടെ കട്ടെ. അപ്പൊ നമുക്ക് കിട്ടി 108. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്സ്. ശ്രദ്ധിച്ച് കണ്ടോളൂ. നമ്മള് ഇനി ചെയ്യേണ്ടത് ജോയിൻ AD ആൻഡ് BD. ഓക്കെ, എന്താണ്? ADയും BDയും യോജിപ്പിക്കുക. ക്ലിയർ ആണല്ലോ? എവിടെ AD? ഇവിടെ നിന്ന് ഇങ്ങോട്ട്, BD ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇത് യോജിപ്പിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇത് എഴുതണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, എന്നാ തുടങ്ങിയപ്പോ നമ്മൾ യോജിപ്പിക്കുന്നതാവുമ്പോൾ, അതായത് നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് വരയ്ക്കാൻ ഏറ്റവും നല്ലത്. ഓക്കെ, നീട്ടി വരച്ചാൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അത് കിട്ടി. മനസ്സിലായോ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ 108 ഡിഗ്രി ആയിരുന്നു ഈ കോൺ.
അല്ലെ? ആ കോൺ എത്രയായിരുന്നു? 108 ഡിഗ്രി ആയിരുന്നു അല്ലെ? ആയിരുന്നല്ലോ. അതിനെ നമ്മൾ 3 കഷ്ണമാക്കി. അതിനെ നമ്മൾ എന്ത് ചെയ്തു? 3 കഷ്ണമാക്കി. എങ്ങനെയൊക്കെ? ഇതാ ഇവിടെ ചെറിയൊരു കഷ്ണം അല്ലെ? അതിന്റെ നടുവിലൊരു ചെറുത്, ഇപ്പുറത്തും ഒരു ചെറുത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ആ 108ന്റെ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഈസി എളുപ്പ പരിപാടി ഉണ്ട്. പക്ഷെ എളുപ്പ പരിപാടി അല്ല, നമുക്ക് സ്റ്റെപ്പ് വേണം, കാരണം വേണം. കാരണം ഇല്ലാതെ എഴുതി വെക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 ഇത് മൊത്തത്തിൽ 108ആണ്. പക്ഷെ നമുക്ക് അതിൽ ഓരോന്നും അറിയണം. എങ്ങനെ കണ്ടുപിടിക്കാം? കൃത്യം സ്റ്റെപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ത്രികോണം AED ആണ്. ഏതാണ്? ത്രികോണം, ട്രയാങ്കിൾ AED. ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും സിമ്പിളായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? AE സമം ED. AE സമം ED. ഏതൊക്കെ? AE സമം ED. അതെന്തുകൊണ്ടാ? എന്ത് കാരണവശാലും ഞാൻ എഴുതുന്നതിന് കാരണം വേണ്ടേ? ഇത് സൈഡ്സ് ഓഫ് എന്താണ്? രണ്ടും സൈഡ്സ് ഓഫ് റെഗുലർ പെന്റഗൺ, സമപഞ്ചഭുജത്തിന്റെ വശങ്ങൾ. സമപഞ്ചഭുജത്തിന്റെ വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം AE സമം ED. അങ്ങനെയാണെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് കിട്ടിയില്ലേ? അങ്ങനെയുള്ള ത്രികോണത്തെ, രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തെ നമുക്ക് എന്ത് പറയാം? ആയതുകൊണ്ട് ത്രികോണം AED ഒരു എന്താണ്? രണ്ട് വശങ്ങൾ തുല്യമായാൽ സമപാർശ്വ ത്രികോണമാണ്. എന്താണ്? ട്രയാങ്കിൾ AED ഈസ് എ ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണമാണ്. ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അല്ലേ? അപ്പൊ ഒന്ന് നോക്കിക്കേ, ഈ വശം, ഈ ഒരു സൈഡ് കണ്ടില്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അല്ലേ ഈ ചെറുത്? ആണല്ലോ അല്ലെ? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ഇങ്ങനെ നേരെ ഇവിടെ ഈ ചെറുത് അല്ലെ? ഇങ്ങനെ ഈ ചെറുത് അല്ലെ? അപ്പൊ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുപോലെ ആംഗിൾ ഇതിന്റെ പേരെന്താ? EAD. EAD ആണല്ലോ. സമം ആംഗിൾ EDA. രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലേ? ആണല്ലോ. അപ്പൊ അത് എത്രയായിരിക്കും? ഇവിടെ നമുക്ക് വേണമെങ്കിൽ എളുപ്പപ്പണി നടക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ടു അത് എത്രയായിരിക്കും നമുക്ക് ഇവിടെ ചെയ്യാം. ഇപ്പൊ കണ്ടുപിടിക്കാം. ഈ ഒരു ആംഗിൾ 108 ഡിഗ്രി അല്ലേ? ആംഗിൾ E അഥവാ ആംഗിൾ AED എത്രയാണ്? 108 ഡിഗ്രി ആണല്ലോ. 108 ഡിഗ്രി ആണല്ലോ അല്ലേ? ആണല്ലോ. ഇത് 108 ആണെങ്കിൽ ഇവര് രണ്ടാളും കൂടി ബാക്കി എന്താ ഉണ്ടാവുക? 72. ഇതും കൂടി എന്താ ഉണ്ടാവുക? ടോട്ടൽ. ഇത് രണ്ടും കൂടി ആകെ എത്ര ഉണ്ടാവുക? 72. അപ്പൊ നമുക്ക് പറയാം ഈ രണ്ടെണ്ണം അപ്പൊ നമുക്ക് പറയാം എന്ത്? EAD അല്ലെ? ഇത് പ്ലസ് EDA. ഏതാ മുകളിലത്? രണ്ടും കൂടി ഇനി എത്രയേ വരുള്ളൂ? 72 വരുള്ളൂ. രണ്ടും കൂടി 72 വരുള്ളൂ. അതെന്തുകൊണ്ടാണ് രണ്ടും കൂടി 72 വരുള്ളൂ എന്ന് പറഞ്ഞത്? കാരണം ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ സം ഓഫ് 3 angles of a triangle അല്ലെ? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. 3 എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലെ? എത്രയാണ്? 180 അല്ലെ? 3 കോണുകൾ കൂടി 3 ആംഗിൾസ് കൂടി കൂട്ടിയാൽ 180 ആവാവൂ. അതിൽ ഒരാൾ 108 പോയി അല്ലെ? ഒരേ ആംഗിൾ എത്ര കൊണ്ടുപോയി? 108 കൊണ്ടുപോയി. പിന്നെ ബാക്കിയുള്ള 2 പേർക്കും കൂടി എത്ര ബാക്കിയുള്ളൂ? 72 ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 72. എന്നാൽ അത് രണ്ടും തുല്യമാവുകയും വേണം. കൂട്ടിയാൽ 72 കിട്ടുകയും വേണം, രണ്ടും തുല്യമാവുകയും വേണം. എത്രയാവും അപ്പോ? എത്രയായിരിക്കും അപ്പോ? 36. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ചെറുതും 36 ആണ്. ഈ മുകളിലെ ഈ ചെറുതും 36 ആണ്. ഇത് എത്രയാണ്? 36 ആണ്. ഓക്കെ ആണോ? ഇത്ര നിങ്ങൾക്ക് എത്തിക്കിട്ടിയാൽ ഞാൻ ഈസി ആയിട്ട് തീർത്തരാം. ഇത്രയും നിങ്ങൾ സ്റ്റെപ്പ് എഴുതിയേ പറ്റൂ. ഞാൻ എഴുതണ്ടെന്ന് പറഞ്ഞാലും എഴുതിയേ പറ്റൂ. കാരണം 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ചോദ്യത്തിന് സ്റ്റെപ്പ് നിർബന്ധമാണ്. 3 മാർക്കിനാണെങ്കിൽ സ്റ്റെപ്പ് വേണം. ഓക്കെ,
2 മാർക്കിന്റെ 1 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റെപ്പ് ഇല്ലാതെ നമുക്ക് മാർക്ക് കിട്ടിയെന്ന് വരും. ഓക്കെ, അപ്പൊ വഴി എഴുതി തന്നെ ചെയ്യണം. ഇത് ക്ലിയർ ആണല്ലോ? നിങ്ങൾ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എഴുതി മനസ്സിലാക്കി പോവാ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇത് രണ്ടും എത്രയാണ്? 36. ഇനി സ്റ്റെപ്പ് കാര്യമായിട്ട് ഇതാണ്, ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സിമിലർലി എന്താ സിമിലർലി? ഇതുപോലെ ഇപ്പൊ ചെയ്തതുപോലെ കേട്ടോ. ഇപ്പൊ ചെയ്ത പോലെ ഒന്നും ചെയ്യേണ്ടെന്നാലും ഇപ്പൊ ചെയ്തതുപോലെ ത്രികോണം BCD ഇതുപോലെ ത്രികോണം BCD. സിമിലർലി ഇൻ ട്രയാങ്കിൾ BCD ഇതുപോലെ ത്രികോണം BCD ആണല്ലോ. ഇവിടെ പറഞ്ഞ അതേ സാഹചര്യങ്ങൾ തന്നെയാണല്ലോ അവിടെ. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ട. എന്തൊക്കെയാണ് സാഹചര്യം? BC = CD. നേരത്തെ പറഞ്ഞ അതേ കാര്യം. സൈഡ്സ് ഓഫ് എ റെഗുലർ പെന്റഗൺ സമ പഞ്ചഭുജത്തിന്റെ വശങ്ങൾ അല്ലേ? ഇവിടെ പറഞ്ഞ അതേ കാരണങ്ങളാണ് ഇവിടെയും ഉള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതുപോലെ BCD നമുക്ക് വേണ്ടത് മാത്രം എഴുതി. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ആംഗിൾ CDB = 36 ഡിഗ്രി. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. കാരണം ഒരു വട്ടം സ്റ്റെപ്പ് എഴുതിയാൽ ഇങ്ങനെ ഒരു മെച്ചമുണ്ട് മാത്സിൽ. എങ്ങനെ? ഒരു വട്ടം ഒരു സ്റ്റെപ്പ് എഴുതിയാൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതണം നിർബന്ധമൊന്നുമില്ല. ഒരു ചോദ്യത്തിൽ സെയിം ചോദ്യത്തിൽ 2 വട്ടം ഒരേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ട. സിമിലർലി എന്നിട്ട് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ, ഇതുപോലെ എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് വേണ്ടത് CDB. എവിടെയാണ് CDB? അത് എത്രയായി? ഇതേ കാരണങ്ങളാൽ അത് 36. അപ്പൊ ഇതും 36, ഇതും 36. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ചേ. നമ്മുടെ ആ ഫുൾ കോൺ, ഏത് ഫുൾ കോൺ? EDC. ഏതാണ്? EDC അല്ലെങ്കിൽ CDE. ഇത് ഈ മുഴുവൻ കോൺ എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മുഴുവൻ കോൺ 108 ഡിഗ്രി. മുഴുവൻ കോൺ എത്രയാണ്? 108 ഡിഗ്രി. അതിൽ ഒരാൾ 36 അവിടെ പോയി, ഒരു 36 അവിടെയും പോയി. ക്ലിയർ ആണല്ലോ? മുഴുവൻ കോൺ ഉണ്ടായിരുന്നു. ഈ ഡി എത്രയായിരുന്നു? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 108. അതില് ഒരാൾ ഇവിടെ 36 കൊണ്ടുപോയി, ഒരാൾ ഇവിടെ 36 കൊണ്ടുപോയി, രണ്ടോർക്കും 36 പോയി. അപ്പൊ പിന്നെ എന്താ ഇവിടെ ബാക്കിയില്ല? ഈ ഭാഗത്ത് എന്താ ബാക്കിയില്ല? 108 36 പോയ 72 പോയി. 72 പോയി. പിന്നെ 108ക്ക് എന്താ ബാക്കി നോക്കിയാ പോലെ. ആയതുകൊണ്ട് ADB വീണ്ടും ഈസി 108ൽ നിന്ന് അല്ലെ, ഇത് ആകെ 108 അതിൽ നിന്ന് ഇവിടെ 36 ഇവിടെ 36 പോയി എന്ന് പറഞ്ഞാൽ 72 പോയി. 36 72 പോയി. അപ്പൊ എന്ത് ബാക്കി കിട്ടും? വീണ്ടും 36 ഡിഗ്രി. അപ്പൊ നമുക്ക് വീണ്ടും കിട്ടി ഈ നടുക്കിലെ കോൺ എത്രയാണ്? 36. 136 എന്നല്ല, അല്ലെങ്കിൽ 361 അല്ല. ഓക്കെ, എത്രയാണ്? 36. എന്തിനാ സാറേ എത്രയൊക്കെ കണ്ടുപിടിച്ച് അല്ലെ? ഇതിന്റെയൊക്കെ എന്താ ആവശ്യം? നമ്മളോട് ഇതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല, നമ്മളോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇനി നമുക്ക് ആലോചിക്കാം. നമുക്ക് വേണ്ടതെന്താ? ഇതല്ലേ? അതെങ്ങനെ ഇനി കിട്ടുക? ഒന്ന് ആലോചിച്ചേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൽ ആവശ്യമുള്ളത് മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ വരച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ A, ഇത് D, ഇവിടെ B, ഇത് F. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് നമുക്കറിയാലോ. ADB എത്രയാണ്? 36. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഇപ്പൊ കിട്ടല്ലോ. ആംഗിൾ AFB എത്രയാണ്? നമുക്കറിയാം. നമ്മൾ സർക്കിൾസിന്റെ ബേസ് അറിയുന്നവർക്ക് അറിയാം. തുടക്കത്തിൽ എന്താ പറയുന്നത്? -36. 180ൽ നിന്ന് മുകളിലുള്ളത് കുറച്ചാൽ താഴെയുള്ളത് കിട്ടും. എങ്ങനെയാണ്? 180ൽ നിന്ന് മുകളിലുള്ളത് കുറച്ചാൽ താഴെയുള്ളത് കിട്ടും. എത്രയാണ്? 30 കുറച്ചാൽ 150, 6 കുറച്ചാൽ 144 ഡിഗ്രി. അപ്പൊ നമുക്ക് വേണ്ടത് കിട്ടിയല്ലോ. സ്റ്റെപ്പ് വേണം. ഓക്കെ, എനിക്ക് ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 36 ഇട്ടാൽ 108 ഹരിക്കണം 3. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ. ശരിയാണ്, തെറ്റില്ല. എനിക്കറിയാം അവിടെ അങ്ങനെ വരും. ഈ ചോദ്യം വന്നാൽ തന്നെയാണ് ഉത്തരം. മനസ്സിലായോ? റെഗുലർ പെന്റഗൺ സമപഞ്ചഭുജമാണെങ്കിൽ തന്നെയാണ് ഉത്തരം. അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്ത ഇവിടെ 108 ആണല്ലോ. 108നെ 3 ആക്കിയ 108 ഡിവൈഡഡ് ബൈ 3. പക്ഷെ 108നെ എപ്പോഴും 3 ഈക്വൽ പാർട്സിനെ ആക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലെ? ഇങ്ങനെ ചോദ്യം വന്നാൽ മാറില്ല, എനിക്ക് ഉറപ്പാണ്. പക്ഷേ മാത്തമാറ്റിക്കലി അത് എഴുതി പ്രൂവ് ചെയ്യുക തന്നെ വേണം. മാത്സിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്റ്റെപ്പും കാരണങ്ങളും ഒക്കെ അത്യാവശ്യമാണ്. ഉടായിപ്പ് കാണിച്ചാൽ മുഴുവൻ മാർക്കും കിട്ടില്ല. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകല്ലേ? 23-ലെ B നോക്കല്ലേ. 23-ലെ B എന്താണ്? In the picture, AB and CD are perpendicular chords
of the circle. Prove that the arcs APC and BQD joined together forms a semicircle. എന്താ ക്വസ്റ്റ്യൻ? ഈ എ ബിയും സി ഡിയും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ലംബമാണ്. പരസ്പരം എന്താണ്? ലംബമാണ്. ഓക്കെ ആണല്ലോ. ലംബമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ ആർക്കുകൾ ഏതൊക്കെ? എ പി സി ഈ ചെറിയ ഒരു ആർക്കും ബി ക്യു ഡി, ഏതാ ബി ക്യു ഡി? ബി ക്യു ഡി, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ, അതായത് ഈ എ പി സിയും ഈ ഡി ക്യു ബിയും കൂട്ടിച്ചേർത്താൽ അവിടെ എന്തുണ്ടാവും? ഒരു സെമി സർക്കിൾ ഉണ്ടാവും എന്നാണ്, ഒരു അർദ്ധവൃത്തം ഉണ്ടാവും എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അതായത് ഈ ചെറിയ രണ്ട് കഷ്ണങ്ങൾ കൂട്ടി വെച്ചെങ്കിൽ ഒരു അർദ്ധവൃത്തമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആവശ്യം. സെമി സർക്കിൾ ആണ്. അപ്പോ ഒന്ന് ആലോചിച്ചേ, സെമി സർക്കിൾ അത് എത്രയല്ലേ ഉണ്ടാവുള്ളൂ? ഒരു സെമി സർക്കിളിന്റെ ഇത് സെന്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോ ആംഗിൾ എത്രയാണ്? 180. അർദ്ധവൃത്തത്തിന്റെ കോണം എത്രയാണ്? 180. ഓക്കെ, കോണാവ് 180 ഡിഗ്രി ആണല്ലോ. നമ്മൾ എന്ത് തെളിയിച്ചാൽ മതി? ഈ രണ്ട് ആർക്കും കൂടി ഉണ്ടാവുന്ന ആംഗിൾ 180 ആണെന്ന് തെളിയിച്ചാൽ മതി. നമ്മൾ കൂടുതൽ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വെക്കണം. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുന്നത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് എടുക്കാൻ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഞാൻ ഇവിടെ ഒരു സെന്റർ മാർക്ക് ചെയ്യും. ഓക്കെ, ഈ ആർക്കിന്റെ രണ്ടറ്റം എയും സിയും ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ സെന്ററിലേക്ക് മാർക്ക് ചെയ്യും. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ സെന്ററിലേക്ക് മാർക്ക് ചെയ്യും. അപ്പോ അതെന്തായി? ആ ആർക്ക് ഇത് എ സി എന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയ ഒരു കോൺ ഇവിടെ കിട്ടിയില്ലേ? അവിടെ കിട്ടിയല്ലോ. ഇനി വേറൊരു കാര്യം കൂടി ചെയ്യണം. ഒരു കാര്യം കൂടി ഇവിടെ തന്നെ ചെയ്യണം. ഈ എ സി ഇങ്ങനെ കൂടി യോജിപ്പിക്കുക. ഇതിപ്പോ എന്തുണ്ടായി? ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. കുറച്ച് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എഴുതി വെക്കാൻ ഈസിയാണ്. ഇതിപ്പോ എന്തായാലും ചെയ്തേ, ഇതേ എയിൽ നിന്നും സിയിൽ നിന്നും ഓപ്പോസിറ്റ് ആർക്കിലേക്ക് കൂടി ഞാൻ വരച്ചു അല്ലെ. നിസാരമായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ അത്രയും ചെയ്തിട്ടുള്ളൂ. എന്താ? ഇതാണ് എ എന്ന് വിചാരിക്കുക, ഇതാണ് സി എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ സെന്റർ എങ്കിൽ ഞാൻ എയിൽ നിന്ന് സെന്ററിലേക്ക് വരച്ചു, കേന്ദ്രത്തിലേക്ക് വരച്ചു, ഓപ്പോസിറ്റ് ആർക്ക് മറുചാപത്തിലേക്കും വരച്ചു. ഇത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന് ഞാൻ ചെയ്തു, ഇവിടെ ഒരു വര ഓൾറെഡി ഉള്ളതുകൊണ്ട് ഈ സിയിൽ നിന്ന് വരയ്ക്കേണ്ടത് ഞാൻ വരച്ചില്ല. പകരം ഇതാണ് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഞാൻ ചെയ്തത് ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഡി. ഓക്കെ, ഇതിനെ ഞാൻ എക്സ് എന്ന് എടുത്താൽ ഇതെന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് എന്താ? ഇരട്ടി എന്ന് പറയുമ്പോൾ എക്സിന്റെ ഇരട്ടി 2x. അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് എക്സ് എന്ന് എടുത്താൽ ഇവിടെ എന്തായിരിക്കും? 2x കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യം എഴുതിക്കാം, ഇഫ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു എക്സ് ഡിഗ്രി, എ ഡി സി എക്സ് ഡിഗ്രി ആണെങ്കിൽ therefore ആംഗിൾ എ ഒ സി ഈക്വൽ ടു 2x ഡിഗ്രി എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി ഇതുപോലെ ഞാൻ ഒന്ന് മാറ്റണ്ടേ. ഇതുപോലെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം. ഞാൻ ആ ചിത്രത്തിൽ വരുത്തുന്നില്ല. ഞാൻ സെപ്പറേറ്റ് ഒരു ചിത്രം വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഒക്കെ കൂടി അതിൽ വരച്ചാൽ പിന്നെ മൊത്തത്തിൽ ആകപ്പാടെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ അവിടെ വയ്ക്കുന്നു. ഇതാണല്ലോ നമ്മുടെ ഇനീഷ്യൽ ചിത്രം തുടക്കത്തിലുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ എ പി സി എന്ന ആർക്കിൽ നിന്നാണ് ചെയ്തത് അല്ലെ. എ പി സിയിൽ നിന്നാണ് എയിൽ നിന്നും സിയിൽ നിന്നും വരച്ചത്. അതുപോലെ അടുത്തതായിട്ട് ഇനി എവിടെന്നാ നമുക്ക് അടുത്തത് ആരാ? ബി ക്യു ഡി. അടുത്ത ഏതാണ്? ബി ക്യു ഡി. എവിടെ? ബി ക്യു ഡി. ഇതിൽ തന്നെ വേണമെങ്കിൽ വരച്ചാൽ മതി. പക്ഷെ ഞാൻ കൺഫ്യൂഷൻ ആയതുകൊണ്ട് വെച്ചിട്ട് മാറ്റി വരച്ചാൽ കേട്ടോ. ഇനി അതൊരു കൺഫ്യൂഷനായി മാറരുത്. ഇപ്പൊ എന്തിനാ രണ്ടെണ്ണം? ഓക്കെ, ഇതേ പരിപാടി നമ്മൾ ആദ്യം ചെയ്തു. എയിൽ നിന്നും സിയിൽ നിന്നും സെന്ററിലേക്ക് വരച്ചു. ഇവിടെ ആവുമ്പോ ആരാ? ബിയിൽ നിന്നും ഡിയിൽ നിന്നും സെന്ററിലേക്ക് വരച്ചല്ലോ. അവിടെ കട്ടെ അല്ലേ? അത്ര മതി. അവിടെ കട്ടെ. അടുത്തതോ എന്താ? ഒന്ന് നോക്കിക്കേ. നമ്മളിവിടെ എന്താ ചെയ്തേ? ശേഷം ഈ എയിൽ നിന്ന് ഇവിടെ ഉള്ള വരയിപ്പിക്കണം വരച്ചു അല്ലെ. സിയിൽ നിന്ന് വരുന്ന ആ വരയിപ്പിക്കണം വരച്ചു. അതുപോലെ ഒന്ന് ആലോചിച്ചേ. ഇവിടെ ബിയിൽ നിന്ന് ഒരു വര ഇങ്ങോട്ട് പോയിട്ടില്ലേ?
ഇനി ഏത് വരച്ചാൽ മതി? ഡിയിൽ നിന്ന് എയിലേക്ക് വരച്ചാൽ മതി. ഡിയിൽ നിന്ന് എയിലേക്ക് വരച്ചാൽ മതി. നേരത്തെ നമ്മൾ ഇവിടെ സി ഡി ഉണ്ടായതുകൊണ്ട് എയും ഡിയും കണക്ട് ചെയ്തു അല്ലെ. ഇവിടെ ബി എ അല്ലെങ്കിൽ എ ബി ഉള്ളത് കൊണ്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചു. ഇപ്പൊ എന്താ ചെയ്തേ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ പറയാം. ഇതാണ് നമ്മുടെ ഡി, ഇതാണ് നമ്മുടെ ബി, ഇതാണ് നമ്മുടെ ഒ, ഇവിടെ ആരുണ്ട്? എ. അപ്പൊ ഈ രണ്ട് ഭാഗത്തു നിന്ന് ഞാൻ സെന്ററിലേക്ക് ഇങ്ങനെയും വരച്ചു, ഇവിടെ തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരച്ചു. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ ഒരു ആംഗിളിനെ വൈ എന്നെടുത്താൽ ഇതെന്തായിരിക്കും? നേരത്തെ പോലെ ആലോചിച്ചതാണ് 2y അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് വൈ ആണെങ്കിൽ ഇതെന്ത് ചെയ്താൽ മതി? 2y. ഇതെന്താണ്? 2y. ഓക്കെ. ഇത് വേണമെങ്കിൽ അവിടെ തന്നെ മാർക്ക് ചെയ്യാം. എങ്ങനെ? ഇത് അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നു, പിന്നെ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് വൈ എന്നെടുത്താൽ, ഇത് ഞാൻ പുറത്തെടുക്കണം, വൈ എന്നെടുത്താൽ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്തെടുക്കാം? 2y. നിങ്ങൾ ഒറ്റ ചിത്രം വരച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതിയേക്കാം? ഈ ഇഫ് എന്ന് എഴുതിയ മലയാളത്തിൽ എന്താ എഴുതുക? ഇങ്ങനെ എഴുതുക. ഇഫിന്റെ മലയാളം എന്താ? ഇഫ് ആംഗിൾ എ ഡി സി ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്നാണെങ്കിൽ അതിന്റെ മലയാളം എങ്ങനെ എഴുതുക? ആംഗിൾ കോൺ എ ഡി സി സമം എക്സ് ഡിഗ്രി ആയാൽ. ഓക്കെ. ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് ഇതുവരെ വായിക്കാം, മലയാളക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് വായിക്കാം. ഓക്കെ. അതുപോലെ ഇഫ് ഇനി ഏതാ നമ്മൾ ഇപ്പൊ ഏതാ എഴുതണ്ടേ? ഡി എ ബി ആംഗിൾ ഡി എ ബി വൈ ആയാൽ, കോൺ ഡി എ ബി വൈ ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ആയതുകൊണ്ട് അതങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ? ബി ഒ ഡി സമം 2y. അപ്പൊ എന്ത് കിട്ടി? ബി ഒ ഡി എന്ത് കിട്ടി? 2y ആണെന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാണ് ആലോചിച്ചാൽ മതി. ഇപ്പൊ കിട്ടും ഈ ചാവ് ആ ആർക്കിൽ നിന്ന് ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ കിട്ടിയില്ലേ? ഈ ചാപം, അതായത് ഈ വലിയ ആർക്ക്, അതിൽ നിന്ന് ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടി അല്ലെ? 2x-ഉം 2y കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ചെയ്തല്ലേ, ബാക്കി ചെയ്തല്ലേ. ഞാൻ അതാ ഈ പോയിന്റിൽ, ഈ കൂട്ടുമുട്ട പോയിന്റ്, അതിനെ 6 എന്ന് എടുത്തു കേട്ടോ, അതിന് ഏതെങ്കിലും ഒരു അക്ഷരം. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, ഇൻ ട്രയാങ്കിൾ ARD എന്താ മലയാളത്തില്? ത്രികോണം ARD യിൽ. ആ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഒരു ആംഗിൾ നമുക്കറിയാലോ, അത് എത്രയാണ്? 90 ഡിഗ്രി. മറ്റേ ആംഗിൾ നമുക്കറിയാലോ, XY ഡിഗ്രി. ഈ മുകളിലത്തെ ആംഗിൾ, ഈ ചെറിയ ആംഗിൾ നമുക്കറിയാലോ എത്രയാണ്? X ഡിഗ്രി. എല്ലാ ആംഗിളും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാലോ. അപ്പൊ ഒന്ന് ആലോചിച്ചേ, 3 ആംഗിളും കൂടി കൂടിയാൽ എത്ര? അഥവാ ഇതിലെ 3 ആംഗിളുകൾ ഏതൊക്കെ? ഒന്നാമത്തത് ARD തന്നെ, ARD ഏതാ? ARD. ഓക്കെ. പ്ലസ് അടുത്തത് ഏതാ? ADR, ഈ ചെറുത് ADR പ്ലസ്. ഇനി ആരാ? ഈ എയുടെ അവിടെ ഇയാള്, അതേതാ? RAD അല്ലെങ്കിൽ DAR. എന്തോ ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. ഇതിൽ നമുക്കറിയാവുന്നതൊന്നിരിക്കെ, ARD 90 ആണ്, പ്ലസ് ADR ആ ചെറുത് എത്രയാണ്? X ആണ്. പിന്നെ RAD Y ആണ്. അപ്പൊ ഇത് 3 കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 180, 180. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഈ 90 അങ്ങോട്ട് പോയാൽ മൈനസ് ആവില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ x പ്ലസ് y മാത്രമായി. ഈ 90 അങ്ങോട്ട് പോയാൽ 180 മൈനസ് 90, 180 മൈനസ് 90 എത്ര വരും? 90 എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടി എക്സും വൈ, അഥവാ ഈ ചെറുതും ഇതും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 90 കിട്ടും. ഇതിനിപ്പോ നിങ്ങളുടെ ആവശ്യമില്ല, നമുക്കറിയാലോ. പക്ഷേ നമുക്കറിയുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതണം. ഉപയോഗമുണ്ട്. നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്താൻ 180 കിട്ടണ്ടേ? 180 എവിടെ നമുക്ക് കിട്ടണ്ടേ? ഈ ഉണ്ടാക്കിയ കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിളും ഈ ഉണ്ടാക്കിയ സെൻട്രൽ ആംഗിളും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുന്നത് തെളിയിച്ചാൽ മതി. 180 കിട്ടുന്നത് തെളിയിച്ചാൽ മതി അല്ലേ? അത് രണ്ടും കൂടി ചേരുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടുന്നത് നമ്മൾ തെളിയിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് കൂട്ടി നോക്കല്ലേ? ആംഗിൾ AOC പ്ലസ് പിന്നെ ആരാ? AOC, ഇത് 2x-ന്റെ ആംഗിൾ. ഓക്കെ. അടുത്ത ആരാ? BOD, ആംഗിൾ BOD സമം എന്താ എഴുതുക? ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ എഴുതുക? AOC എന്താണ് നമുക്കറിയാം? 2x ആണ്, പ്ലസ്
BOD എന്താണ് 2y ആണ്. രണ്ടോടത്തും കോമൺ ആയിട്ട് ആരുണ്ട് 2 ഇല്ലേ? അപ്പൊ കോമൺ ആയിട്ടുള്ള ആള് ഒന്നാക്കിയിട്ട് ഒറ്റ ഒന്ന് എഴുതിയാൽ മതി, രണ്ടോട്ട് എഴുതണ്ട 2. ഓക്കെ, പിന്നെ ഇവിടെ ആരാ ബാക്കി? അപ്പൊ ബ്രാക്കറ്റ് ഇടണം, കോമൺ ആക്കി എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. ഇവിടെ ആരാ പിന്നെ ബാക്കി? എക്സ് ഉണ്ട്, പ്ലസ് അതേപോലെ ഉണ്ട്. ഇവിടെ ആരാ ബാക്കി? y, എക്സ് പ്ലസ് വൈ. ഒന്ന് നോക്കിക്കേ, ഈ എക്സ് പ്ലസ് വൈ നമുക്കറിയാലോ. എത്രയാണ് എക്സ് പ്ലസ് വൈ? എത്ര എക്സ് പ്ലസ് വൈ? ഇതാ അവിടെ 90. അപ്പൊ 2 ഇൻറ്റു, ഇവിടെ ഇൻറ്റു ഉണ്ട്, ഇടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇട്ടില്ല. 2 ഇൻറ്റു 90 എന്ത് കിട്ടി? 180 ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മൾ എന്താ തെളിയിക്കേണ്ടത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എന്താ വേണ്ടത്? സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആംഗിൾ 180 കിട്ടണം. ഏത് ആംഗിൾ? അവിടേക്കാണ് വരുന്നത്. ഏത് ആംഗിൾ? ആ രണ്ട് ആർക്കിന്റെയും രണ്ട് ചാപത്തിന്റെയും സെൻട്രൽ ആംഗിൾ ഈ 2xും 2yയും കൂട്ടിയാൽ 180 കിട്ടുമെന്ന് തെളിയിച്ചാൽ നമ്മുടെ പ്രശ്നം തീർന്നു. കിട്ടിയല്ലോ. ഓരോന്നോരോന്നായിട്ട് മനസ്സിലായിരിക്കും, റിവൈൻഡ് ചെയ്ത് കാണാം. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രൂഫ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി 2 ചോദ്യങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത് 24ഉം 26ഉമാണ്. ഇതിൽ 24A സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഇതേപോലെ പറയുന്നത്, എനിക്ക് ഒരു തരത്തിലും ഗൂഗിളിനോട് ചോദിച്ചിട്ട് പോലും ഉത്തരം കിട്ടുന്നില്ല. അതാണ് സത്യാവസ്ഥ. ഗൂഗിൾ ആംഗിൾ ഒക്കെ പറഞ്ഞില്ല, പക്ഷെ അത് ഒട്ടും സാറ്റിസ്ഫൈങ് അല്ല. ഓക്കെ, ഇതിൽ 90 ഡിഗ്രി ഒക്കെയാണ് ആൻസർ ആയിട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ നമ്മളോട് ചോദിച്ച ചോദ്യത്തിൽ ഒരു 90 ഡിഗ്രി ആംഗിളിന് ഞാൻ യാതൊരുവിധ പോസിബിലിറ്റിയും കാണുന്നില്ല. പക്ഷെ ആ ട്രയാങ്കിളിന്റെ അടുത്തൊരു 90 ഡിഗ്രി ഉണ്ട്, ആ ത്രികോണത്തിന്റെ അകത്തൊരു 90 ഡിഗ്രി ഉണ്ട് എന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം തെറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അത് എഴുതി വെക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. എന്നെ കൊണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 24 ബിയിലേക്ക് പോകുന്നു. 24 ബി ഓക്കെ ആണോ? നോക്കല്ലേ? അപ്പൊ 24 ബി എന്താ? The picture shows a triangle with all 3 vertices on a circle and one of the vertices joined to the center of the circle. Prove that x plus y is equal to 90 degree. വളരെ ഈസിയാണ്. എന്താണ് ചോദ്യം? ഈസി ആയിട്ട് പറയാം. മലയാളത്തില് മൂലകളെല്ലാം വൃത്തത്തിൽ വരുന്ന രീതിയിലുള്ള ഒരു ത്രികോണമുണ്ട്. മൂലകളെല്ലാം എല്ലാ മൂലകളും വൃത്തത്തിൽ വരുന്നത് പോലുള്ള ഒരു ത്രികോണമുണ്ട്. അതിലൊരു മൂലയിൽ നിന്ന് സെന്ററിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് പറഞ്ഞു, ഈ എക്സും ഈ വൈയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 90 ഡിഗ്രി. അപ്പൊ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഇതിൽ പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേര് കൊടുക്കുന്നത് ABC. വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാട്ടോ, ഞാൻ ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾ എത്രയും ചെയ്തു? വളരെ ഈസി. ഇത് വന്നാൽ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ്. വന്നാൽ വളരെ ഈസി, ഒറ്റ കാര്യം ചെയ്താൽ. ഓക്കെ, സിമ്പിളായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ജോയിൻ OC. എന്താ മലയാളത്തില്? OC യോജിപ്പിക്കുക. ഓക്കെ, നിങ്ങൾ ചെറുതായിട്ട് റഫ് ഫിഗർ വരയ്ക്കുക ആൻസർ ഷീറ്റിൽ. എന്നിട്ട് ഇതാണ് യോജിപ്പിക്കുക. ഓയിൽ നിന്ന് സിയിലേക്ക് യോജിപ്പിക്കുക. ഓക്കെ, യോജിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടല്ലോ, ത്രികോണം AOC. അപ്പൊ നമ്മുടെ പരിപാടി എവിടെയാണ്? ഇത് യോജിപ്പിച്ചപ്പോൾ ഇവിടെ ഒരു AOC കിട്ടി. അതാണ് നമ്മുടെ വിഷയം. AOCയിൽ ഞാനൊരു ചെറിയ സംഭവം കാണിച്ചേ. ഇതില് OA സമം OC. അതെന്തുകൊണ്ടാ? അത് മാത്രം മനസ്സിലായത്. OA സമം OC. എന്താ OA സമം OC? OC കാരണം എന്താ? റേഡിയസ്, അല്ലെങ്കിൽ രണ്ടും റേഡിയായി. മലയാളത്തില് ആരങ്ങൾ. ആരങ്ങൾ എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് അത് ഈക്വൽ ആയി? അതെങ്ങനെ? ഒരു സർക്കിളിൽ 2, 3, 4, 5 റേഡിയസ് ആരമുണ്ടെന്ന് വിചാരിക്കും. ഒരു വട്ടത്തില്, ഒരു വൃത്തത്തില് എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. എല്ലാവരും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം OA സമം OC. അങ്ങനെയാണെങ്കിൽ therefore രണ്ട് സൈഡ് തുല്യമായില്ലേ? നമ്മൾ നേരത്തെ എഴുതി. അങ്ങനെയാണെങ്കിൽ ആയതുകൊണ്ട് ത്രികോണം AOC ഒരു എന്ത് ത്രികോണ? സമപാർശ്വ ത്രികോണമാണ്. എന്താണ്? ആയതുകൊണ്ട് ട്രയാങ്കിൾ AOC is a isosceles triangle. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ? therefore എന്താ നമുക്ക് പറയാം? ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അറിയാം നമുക്ക് ഇവിടെ അറിയാം CAO ആംഗിൾ CAO കോൺ CAO എത്രയാണ്? x ആണ് അല്ലെ? x ആണ്. അതെന്തിനു ഈക്വലാ? ആംഗിൾ ACO. അതെന്തുകൊണ്ടാ? നമുക്കറിയാം OAയും OCയും ഈക്വലാണ്.
അപ്പൊ അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ OCയുടെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് പറയാം ACO. ഈ ചെറിയ ആംഗിൾ എത്രയാണ്? എക്സ് ആണ്. ചെറിയ ആംഗിൾ എത്രയാണ്? എക്സ് ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞേ. ആയതുകൊണ്ട് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOC എത്രയായിരിക്കും? ഏത്? ഇത് AOC ഇത് അതെത്രയായിരിക്കും? നമ്മുടെ നേരത്തെ ഐഡിയ 3 കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 180. 3 കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 180. അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. അക്കാര്യത്തിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ഇതും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ആയിരിക്കും. ആണല്ലോ. ക്ലിയർ അല്ലേ? ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്ന് കുറയ്ക്കണ്ടേ? എന്ത് കുറക്കണം? ഈ എക്സും കുറക്കണം, ഈ എക്സും കുറക്കണം. അപ്പൊ ആകെ എത്ര എക്സ് കുറക്കണം? 180 കുറക്കണം 2x. അപ്പൊ നമുക്ക് കിട്ടി ഇതെന്തായിരിക്കും? ഇത് എന്തായിരിക്കും? 180. ഇതിപ്പോ എവിടെ എഴുതാ? ഞാൻ അവിടെ എഴുതുന്നു. 180 കുറക്കണം 2x. ആണല്ലോ. ഇനി നമ്മുടെ ബേസിക്ക് പോട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബേസിലേക്ക് പോകണം കേട്ടോ. എന്ത്? അടിസ്ഥാനപരമായിട്ട് വൃത്തങ്ങളിൽ നമ്മൾ പഠിച്ച സർക്കിൾസ് പഠിച്ച കാര്യം എന്താ? ഏറ്റവും ബേസ് ഞാൻ വീണ്ടും അവിടെ പറയുന്നു. ഇന്നിപ്പോ പലവട്ടായി പറയുന്നു. എന്താ? ഇതാണ് നമ്മുടെ A, ഇതാണ് നമ്മുടെ C, ഇത് നമ്മുടെ B. ഓക്കെ, ഇത് നമ്മുടെ B, ഇവിടെ O. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ നമുക്ക് കിട്ടി 180 മൈനസ് 2x. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ആംഗിൾ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും പറഞ്ഞത്? ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോണിന്റെ പകുതി. അങ്ങനെയല്ലേ വരണ്ട്? അങ്ങനെയാണല്ലോ വരിക അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് പറഞ്ഞേ. ഈ ആംഗിൾ എന്തായിരിക്കും? കേന്ദ്ര കോണിന്റെ പകുതി. ഈ y, ഇവിടെ നമുക്ക് ഈ ആംഗിൾ എന്ത് y എന്ന് തന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, അതിൽ അംശമൊന്നുമില്ല. y എന്ന് അവിടെ തന്നിട്ടുണ്ട്. അതിൽ ഡൗട്ടൊന്നും വേണ്ട. അത് എത്രയായിരിക്കും? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് നമ്മുടെ വിഷയം. നോക്കല്ലേ. അപ്പൊ നമുക്കറിയാം എന്താണ് ഈ ആംഗിൾ. എന്തായാലും പേര്? ആംഗിൾ ABC. ABC അഥവാ ഇവിടെ ABC എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഈ ആംഗിൾ, ഈ സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോണിന്റെ പകുതി അല്ലെ? അപ്പൊ ഏതാണ് കേന്ദ്ര കോൺ? AOCയുടെ പകുതി. മനസ്സിലായില്ലേ? ഈ ABCക്ക് പകരം നമുക്ക് y എന്ന് എഴുതാലോ അല്ലെ? ABCക്ക് പകരം നമുക്ക് y എന്ന് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, അവിടെ കേട്ടെ. y സമം AOCക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? അവിടെ ഉണ്ട് 180 കാണാൻ പറ്റില്ല. AOCക്ക് പകരം എന്ത് എഴുതാം? 180 മൈനസ് 2x ഹരിക്കണം 2. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, y പറഞ്ഞോട്ടെ. ഓക്കെ, സമ്മതിച്ചു. ഈ 2 ആരെ ഹരിക്കാം? 180നെ ഹരിക്കോ 2x ഹരിക്കോ? ആരെ ഡിവൈഡ് ചെയ്യും? 2 പേരെയും ഡിവൈഡ് ചെയ്യണം. വേണമെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ 2 180 ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ മൈനസ് അതുപോലെ നിൽക്കുന്നു. 2x ഡിവൈഡഡ് ബൈ 2 ആണ്. സാർ ഇതിപ്പോ എവിടുന്ന 2 അല്ലെ? 2 എവിടുന്ന? അഥവാ ഇവിടെ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിലുള്ള എല്ലാവരെയും അംശത്തിലുള്ള എല്ലാവരെയും ഛേദം കൊണ്ട് ഹരിക്കണം. അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ രണ്ടാക്കി എഴുതിയതാണ്. ഈ കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ നമുക്ക് കിട്ടും y is equal to 180ന്റെ പകുതി 90. 2xൽ 2 വെട്ടിപ്പോയുള്ള മൈനസ് എക്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടേ? x പ്ലസ് y സമം 90. നമ്മുടെ ബേസിലേക്ക് എപ്പോഴും ആലോചിക്കണം. അടിസ്ഥാനപരമായിട്ട് എന്താ പഠിച്ചെന്നുള്ളത് ആലോചിക്കണം. ഒപ്പം നമുക്ക് എന്താ കിട്ടേണ്ടത് കൂടി ആലോചിക്കണം. ഇപ്പൊ ഏകദേശം നമുക്ക് വേണ്ട രൂപത്തിലായിട്ടല്ലോ. ഈ മൈനസ് എക്സ് ഇങ്ങോട്ട് ചാടിയാൽ പോരെ? അപ്പൊ അത് പ്ലസ് എക്സ് ആവും. y ആദ്യം തന്നെ പ്ലസ് ആണ്. അപ്പൊ പ്ലസ് y സമം 90. കിട്ടിയോ? പ്രൂഫ് ആയില്ലേ? 90 കിട്ടിയൊന്നും വേണ്ട, പോട്ടെ അല്ലെ? സിമ്പിൾ അല്ലേ? ശ്രദ്ധിച്ചാൽ വളരെ ഈസിയാണ്. ഒരേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചു തന്നെ ഉള്ളൂ കേട്ടോ. ഈസിയാണ്. അപ്പൊ ഇനി 25ാമത്തെ ചോദ്യം എന്താ? ഈ ചിത്രം എവിടെയുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എല്ലാ ടീച്ചർമാരും നിർബന്ധമായും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ? ഇവിടെ നീ കാണുന്ന എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. സിമ്പിൾ. ഏറ്റവും നിസ്സാരമായി പറഞ്ഞാൽ എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. ഓക്കെ, അതിന് വേണ്ടി ചിലപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്ന ആംഗിളുകളില്ലേ, നമുക്ക് ഏതൊക്കെ ആംഗിളാണ് വേണ്ടത്? ഇവിടെ ഒന്നുണ്ട്, ഇത് വേണം,
ഇവിടെ വേണം, ഇത് വേണം, പിന്നെ ഈ 4 എണ്ണം വേണം. വികർണങ്ങൾക്കിടയിൽ, ഡയഗണൽസിന്റെ ഇടയിൽ എന്നുകൂടി ഉണ്ട്. ആ ചോദ്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡയഗണൽസിന്റെ ഇടയിലുള്ള കോണുകളും വേണം, വികർണങ്ങൾക്കിടയിലുള്ളതും വേണം. ഏറ്റവും നിസ്സാരമായിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യം, ഇവിടെ 50 ആണ്, ഇത് 30 ആണ്. ഈ ഒരു ഭാഗം ട്രയാങ്കിൾ ആണല്ലോ, അല്ലെ? ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ 50 30 തന്നാൽ ഇത് എത്രയായിരിക്കും? 100 ആയിരിക്കും. കാരണം 50 30 80, 80 100 180. സം ഓഫ് എ ട്രയാങ്കിൾ, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്ര ആവണം? 180 ആവണം. അപ്പൊ ഈസിയാണ് 100 ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇനി വളരെ ഈസി ആയിട്ട് പറയാം, ഇതും 100 ആയിരിക്കും. അതെന്തുകൊണ്ടാ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർക്കോണുകൾ തുല്യമായിരിക്കും. ഈസി ആണല്ലോ. ഇനി ഞാൻ വേറെ ടെക്നിക്ക് കാണിച്ചുതരാം. ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെക്നിക്ക് കാണിച്ചുതരാം. നിങ്ങൾ റഫായിട്ട്, ഈസി ആയിട്ട് പരിപാടിയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചോദ്യം വന്നാൽ റഫായിട്ട് ഒരു വട്ടം വരയ്ക്കുക. മീൻസ് വലിയ ഭംഗിയൊന്നും വേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചായിട്ടോ, നോട്ട് മറ്റേ ആൻസർ ഷീറ്റിൽ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ചോദ്യത്തിൽ തന്ന ഏതെങ്കിലും ഒരു ആംഗിൾ നിങ്ങൾ മനസ്സിൽ കരുതുക. ഇപ്പൊ ഞാൻ ഇവിടെ 50 കരുതാണ്. ഓക്കെ, ചോദ്യത്തിൽ തന്ന ഏതെങ്കിലും ഒരു ആംഗിൾ. ഓക്കെ ആണോ? ആ ആംഗിൾ, ആ കോണ് ഞാൻ ഇവിടെ 50 തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ എതിർഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ നേരെ മുന്നിലുള്ള ഒരു ലൈനാണ് ഒഴിവാക്കുക. ഓക്കെ, എന്താ പറഞ്ഞത്? ചോദ്യത്തിൽ തന്ന 3 ആംഗിളുകൾ ഉണ്ട്, 50 ഉണ്ട്, 30 ഉണ്ട്, 45 ഉണ്ട്. ഏത് വേണേലും ആവാം. ഞാൻ ഇവിടെ 50 തീരുമാനിച്ചു. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള, അതിന്റെ നേരെ മുന്നിലുള്ള ഒരു വശാണ്ട് മായ്ച്ചാൽ മതി. നോക്കുക, ഇവിടെ ഏതാ? ഇങ്ങനെയല്ലേ 50 നിൽക്കുന്നത്? 50 ഇങ്ങോട്ട് വായ പൊളിച്ചിട്ടല്ലേ നിൽക്കുന്നത്? ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ ഇതിന്റെ നേരെ മുന്നിൽ ആരാ? ഇതാ ഈ വരയല്ലേ? ഇതാണോ? അല്ല കേട്ടോ, ഇത് ചാരി നിൽക്കുന്നതല്ല. ചാരി നിൽക്കുന്നത് ഫ്രണ്ട്, നേരത്തെ നേരെ വന്ന് നിൽക്കുന്നത് എതിരാളി. അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിന്റെ നേരെ മുന്നിൽ ഇതാണോ? അല്ല, അതല്ല. കാരണം അത് ഫ്രണ്ടാണ് കേട്ടോ, നമ്മളെ ഫ്രണ്ടാണ് ഇയാളും. അതല്ല. ഇതിന്റെ നേരെ മുന്നിൽ ഇത്. ഈ വര നിന്നിട്ട് മായ്ച്ചു നോക്കുക. നമുക്ക് നോക്കി നോക്കല്ലേ. ഞാൻ ഈ വര ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇത് എന്താ പറയാ, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വരയ്ക്കുന്നു. ഞാൻ എനിക്ക് വേണ്ട ആംഗിൾ മാത്രം എഴുതണം കേട്ടോ. 50 മാത്രം മതി, തൽക്കാലം 50 മാത്രം മതി. ഇതിന്റെ നേരെ എതിർഭാഗത്തുള്ള വര ഇങ്ങോട്ട് മായ്ച്ചേ. ഇതിങ്ങനെ മായ്ച്ചാലേ ഒന്ന് നോക്കിക്കോ, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ? ഇതൊരു കോഡല്ലേ? ഇതൊരു ഞാൻ അഥവാ കോഡ് ആണല്ലോ, അല്ലേ? ഒരു കോഡിന്റെ അറ്റത്ത് നിന്നല്ലേ ഈ വര ഇങ്ങനെ വരച്ചിട്ടല്ലേ ആണല്ലോ, ഒരു ആംഗിൾ അങ്ങനെ ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണല്ലോ. കോഡ് അഥവാ ഞാണിന്റെ അറ്റങ്ങളിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കിയേ. ഞാണിന്റെ അറ്റങ്ങളിൽ നിന്ന് തന്നെയല്ലേ ഇതും ഉണ്ടാക്കിയേ. രണ്ടും അങ്ങനെ തന്നെയല്ലേ, അല്ലേ? ഞാണിന്റെ അറ്റങ്ങളിൽ നിന്ന് തന്നെയാണല്ലോ, അല്ലേ? ഒരു കോഡിന്റെ അറ്റങ്ങളിൽ നിന്ന് എത്ര ആംഗിൾ ഉണ്ടാക്കിയാൽ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോഡാണെങ്കിലും ആർക്കാണെങ്കിലും ഒക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓർമ്മ ഉണ്ടോ? ഇതെന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ അതേ പോയിന്റ് ഇവിടെ ഏതാ? ഈ 50 ഏതാ? ദാ ഇതെന്താണ്? 50 അല്ലെ? ഇങ്ങനെ വരച്ചാൽ ഇത് 50 ആണല്ലോ. പലരുടെ പരിപാടി ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 50, ഇവിടെ 100, 100 50 150. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഈസി, 30 150 ആവണല്ലോ. ഇത്രയേ ഉള്ളൂ. അടുത്തത് എന്താ? ഇതേപോലെ നമുക്ക് തന്ന അടുത്തത് നോക്കാം. ഞാൻ അവിടെ 30 എടുക്കുക. ഓക്കെ, ഞാനൊന്ന് അടുത്ത ചെറുതായിട്ട് റഫ് വരച്ചു. ഈസി, ഇങ്ങനെ വരച്ചാൽ മതി. ഞാൻ വീണ്ടും ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ മുഴുവൻ വരയ്ക്കുന്നത്. നിങ്ങൾ മുഴുവൻ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഈ പറഞ്ഞ രീതിയിൽ തന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ വരയ്ക്കണ്ട. ഈ പറഞ്ഞ രീതിയിൽ ഞാൻ വരയ്ക്കുന്ന മുഴുവനൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട കാര്യമില്ല. തന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ വരയ്ക്കണ്ട. ഇവിടെ ഇപ്പൊ തന്നതിൽ ഞാൻ ഈ 30 അല്ലേ എടുക്കുന്നത്? ഇത് ഇങ്ങനത്തല്ലേ വായ പൊളിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആരാ? ഇത് നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ വായിക്കുന്ന കാര്യം കാണിച്ചിരുന്നത്. വരയ്ക്കണ്ട. ഇതുപോലെ ഒന്ന് ആലോചിച്ച്, ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? കാരണം ഇതൊരു കോഡ് അഥവാ ഞാനാണ്. ഈ രണ്ട് ഇതും തുടങ്ങുന്നത് ഞാണുകളുടെ അറ്റത്തു നിന്നാണ്, കോഡിന്റെ അറ്റത്തിൽ നിന്നാണ് ആണല്ലോ. എല്ലാം നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ ഇത് എത്രയാണ്? ഇതും 30, അത് 30, ഇതവിടെ 30 നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ശരിയാണല്ലോ. എല്ലാ അർത്ഥത്തിലും അതെന്താണ്? വളരെയധികം ശരിയാണ്. ഓക്കെ, ഇനി ഇവിടെ 45 ഉണ്ടല്ലോ, അല്ലെ? ഞാൻ വരയ്ക്കുന്നില്ല. ഈ ഐഡിയയില് ഇതിന്റെ ഓപ്പോസിറ്റുള്ള ആരാ? ഇതാണല്ലോ. വായിച്ചേ. അപ്പൊ ഇതാണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതും 45 ആയിരിക്കും. ക്ലിയർ? 45 ആയിരിക്കും. കിട്ടിയോ? ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഇനി നമുക്ക് ഇതപ്പെട്ട 2 ഉണ്ട്.
ഓക്കെ, ഇവിടെ രണ്ടെണ്ണുണ്ട്. അതും കൂടി കിട്ടിയാലേ പ്രശ്നം തീരുള്ളൂ. ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്താൽ ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണല്ലോ, ഇത് കോണുകളാണല്ലോ, തുല്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് തന്നെയായിരിക്കും നമ്മുടെ ബാഹുബലിയുടെ പോസ്റ്റർ പോലെ. അല്ലേ, എന്താണ് പേര്, എന്തായാലും വേണ്ട, ബാഹുബലി മുഖത്തോട് മുഖം നോക്കിക്കണ പോലെ അല്ലേ. അപ്പൊ ഇതും തന്നെയാണ്, ത്രികോണുകളാണ്, ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും, തുല്യവുമായിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ ആണെങ്കിൽ തുല്യം, ഈക്വൽ. ഓക്കെ, അപ്പൊ നമ്മളൊരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റ്, ഈ കൂട്ടിമുട്ടിയ പോയിന്റ് കേട്ടോ. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്, 360. അതിനെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഭാഗം 100 കൊണ്ടുപോയി, ഇയാളും കൊണ്ടുപോയി 100 പോയല്ലോ. അപ്പൊ 200 പോയില്ലേ, 200 പോയാൽ ബാക്കി എത്ര ഉണ്ട്, 160. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ഭാഗം കൂടി 160ആണ്. ആ രണ്ട് ഭാഗം കൂടി എത്രയാണ്, 160. ഈ രണ്ട് ഭാഗവും എന്തുമാണ്, തുല്യവുമാണ്. ത്രികോണമുണ്ട്, തുല്യവുമാണ്. ഓപ്പോസിറ്റ് ആംഗിൾ ആവുകൊണ്ട് ഈക്വലുമാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെടുക്കാം, 80. കാരണം എന്താ, രണ്ടും കൂടി 160 ആവുകയും വേണം, രണ്ടും തുല്യമാവുകയും വേണം. വേറെ വഴിയൊന്നുമില്ല, 80 എടുക്കേ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഇല്ല. അപ്പൊ ഇത് 80, ഇതും 80. അങ്ങനെയാണ് പറഞ്ഞത്. 80ഉം 45ഉം 125. ബാക്കി 180ലേക്ക് എത്രയുണ്ട്, 55. കിട്ടിയില്ലേ, എല്ലാ കോണുകളും കിട്ടിയല്ലോ. ശരിക്കാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സുഖ ഇതൊന്നാണ് വരയ്ക്കാം, ഒറ്റ വട്ടം. ആൻസർ ഷീറ്റിന്റെ കാര്യം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വരച്ചിട്ട് അതിലാണ് അടയാളപ്പെടുത്തി കൊടുത്താൽ പ്രശ്നങ്ങളെല്ലാം സോൾവ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 26ാമത്തെ ചോദ്യം. ഇതോടുകൂടി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഓക്കെ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 3 vertices on the circle and 2 of its angles 22.5 and 32.5 degrees. എന്താ പറഞ്ഞേ, വൃത്തം വരയ്ക്കണം, സർക്കിൾ വരയ്ക്കണം 3 സെന്റിമീറ്റർ റേഡിയസിൽ. അതിനുശേഷം ആ വൃത്തത്തിൽ ആംഗിളുകൾ വരണം, ആ വൃത്തത്തിൽ മൂലകൾ വരണം. ആ വൃത്തത്തിൽ മൂലകൾ വരുന്ന രീതിയിൽ എന്ത് വരയ്ക്കണം, ഒരു ത്രികോണം വരയ്ക്കണം. അപ്പൊ എത്രയേ ഉള്ളൂ, ആദ്യം നമ്മൾ ഒരു വൃത്തം വരയ്ക്കുന്നു, ആ വൃത്തത്തിൽ മൂലകൾ വരുന്ന രീതിയിൽ, വെർട്ടീസസ് വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിനിപ്പോ സാധാ ഈസി അല്ലേ, അത് ഈസിയാ. ഇത് മാത്രമായിട്ട് ചോദിക്കുന്നത് ഈസിയാ. പക്ഷെ എന്താ വേണ്ടത്, ഇതിൽ ഒരു ആംഗിൾ 22 വരണം, വേറൊന്ന് 32 വേണം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷുവറാ. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യം അതേപോലെ, ഇതിൽ പലതും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യം അതുപോലെ എടുത്ത് ഇട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവുമ്പോൾ അത് അങ്ങനെയൊക്കെ വരും. എനിവേ, ഇതാണല്ലോ ആവശ്യം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയില്ലേ, വരയ്ക്കലാണ്. എന്നാലും തുടക്കത്തിൽ ഇങ്ങനെ ഒരു വര വന്നാൽ, എങ്ങനെ ഒരു വര, വൃത്തം വരച്ച് ത്രികോണം വരയ്ക്കുക, അതിന്റെ ആംഗിൾ കോൺ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമുക്കുള്ള 22 കണ്ടെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട 32 കണ്ടെടുക്കുക. അതിന്റെ ഒക്കെ ഡബിൾ ഇൻറ്റു 2 ഇരട്ടി അല്ലെ, ഇരട്ടി. 22 കൂട്ടിയ 45 അര കിട്ടിയല്ലോ. അവിടെ 32 64, അപ്പോ 65. അയ്യോ 45 ഉള്ളൂ, 45 അരയൊന്നുമില്ലേ. ഓക്കെ, 22 45, 32 65. ക്ലിയർ ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്, ആദ്യം കോമ്പസ് എടുക്കണം. ഞാൻ കോമ്പസ് ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾ വരയ്ക്കാം, നിങ്ങൾ ഇതിന്റെ ഒപ്പം വരയ്ക്കണം. സെയിം എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന അതേ ഡയലോഗ്, നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. എനിക്ക് ഇതുകൊണ്ട് മാർക്കൊന്നും കിട്ടാൻ പോണില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യം 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് കുത്തിവെക്കുക, കോമ്പസ് കുത്തി വെച്ചിട്ട് വൃത്തം വരയ്ക്കണം, സർക്കിൾ വരയ്ക്കണം. ഓക്കെ, എന്നിട്ടോ വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെന്റർ ഉണ്ടല്ലോ, കോമ്പസ് കുത്തി വെച്ച സെന്റർ ഉണ്ടല്ലോ അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു റേഡിയസ് വരയ്ക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഒരു റേഡിയസ് വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യണ്ടേ, നമ്മളൊരു പൊട്ടറാക്ടർ എടുത്തിട്ട് എന്താ ഇവിടെ സെന്റർ വരുന്ന രീതിയിൽ വെച്ച് ഈ രണ്ട് ആംഗിളിൽ ഏതെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പൊ പൊട്ടറാക്ടർ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെക്കുക നമ്മള് അല്ലെ. ഇവിടത്തെ 0 നിന്ന് വേണം തുടങ്ങാൻ. കാരണം എന്താ, നമ്മൾ ഇവിടെയാണ് വര വരച്ചത്, വര എവിടെയാണോ അവിടത്തെ 0 വേണം തുടങ്ങാൻ. നമ്മൾ വരച്ച ഈ വര എവിടെയാണോ അവിടത്തെ 0 വേണം തുടങ്ങാൻ. 45 വേണമെങ്കിൽ എടുക്കാം, 65 വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇവിടെ 65 എടുക്കുന്നപ്പോൾ ഏകദേശം ഇവിടെ വരുന്ന വിചാരിക്കുക. അതിലൂടെ ഈ 65 കൂടെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ഇത് 65 ഡിഗ്രി. അപ്പൊ നമുക്ക് അതിന്റെ കിട്ടി 65 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അവിടെ കട്ടെ, പെട്ടെന്ന് നിൽക്കട്ടെ. ഇനി ഏതാ വേണ്ടി, 65ന്റെ പണി കഴിഞ്ഞു. ഇനി ആരുടെ പണി 45. അപ്പൊ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ വരയിൽ ഇങ്ങനെ ചെരിച്ച് പൊട്ടറാക്കി വെക്കാം, അല്ലെങ്കിൽ
തല തിരിച്ച് ഇവിടെയും വെക്കാം, എവിടെ വേണേ വെച്ചോ, പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴും വര ഇങ്ങോട്ടല്ലേ, അപ്പൊ ഇവിടുത്തെ 0-ൽ നിന്ന് വേണം തുടങ്ങാൻ. 45 അടയാളപ്പെടുത്തി, ഇതാ ഇവിടെ 45 അടയാളപ്പെടുത്തിയില്ലേ, പൊട്ടനക്കിൽ മാറ്റിക്കോ, നേരെ വരച്ചോ, ഇവിടെ. ഓക്കെ, അപ്പൊ ഇത് എത്രയാണ്? 45. ഇനി വളരെ ഈസിയാ, വളരെ ഈസി. ഞാൻ അവിടെ പേര് കൊടുക്കുന്നു, ABC. എന്ത് ചെയ്താൽ മതി? ഇത് ഈ 3 കൂടിയാണ് കൂട്ടി യോജിപ്പിച്ചാൽ മതി. 1 2 3. ഇത്രേ പരിപാടിയുള്ളൂ, ഇത്രേ പരിപാടിയുള്ളൂ. ഇനി എവിടെ 22 പിന്നെ എവിടെയാണ് ഈ 32 വന്നതും കൂടി അറിയണ്ടേ? ഒന്ന് അറിഞ്ഞിരിക്കാം. ഒന്ന് നോക്കിക്കേ, ഈ വര ഉണ്ടോ? BC ഇല്ലേ? ഈ BCയിൽ നിന്ന് വരുന്ന അല്ലെ, ബിയും സിയും ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കോണല്ലേ 65. അപ്പോ 32 എവിടെ വരണം? ഇവിടെ നിന്ന് തുടങ്ങണം. 65 വന്നത് BCയിൽ നിന്നാവുന്നുണ്ട്, 32 BCയിൽ നിന്ന് തുടങ്ങണം. BCയിൽ നിന്ന് തുടങ്ങുന്ന അടുത്ത വരകൾ ഏതൊക്കെ? ഈ വരയുടെ പണി കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്താണ്? ഈ വരയുടെ അല്ലെ, ഈ വരയിൽ നിന്ന് വരുന്ന ഈ വരയുടെ പണി കഴിഞ്ഞു. അപ്പൊ പിന്നെ ഏതാ? ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പൊ ഈ കോണത്തിലേക്ക് വരിക 32.5 ആണല്ലോ. അടുത്തത് AB-യിൽ നിന്ന് വരുന്നതാണല്ലോ 45. AB-യിൽ നിന്ന് വരുന്നതാണല്ലോ 45 ആണല്ലോ. ക്ലിയർ അല്ലേ? ഇനി AB-യിൽ നിന്ന് തുടങ്ങുന്ന 2 വരകൾ ഏതൊക്കെ? ഇതിന്റെ പണി കഴിഞ്ഞു, ഇതിന്റെ പണി കഴിഞ്ഞു. പിന്നെ ഏതൊക്കെ? പിന്നെ ഏതാ? അങ്ങനെ പോകുന്ന ഇങ്ങനെ ഒന്ന് അല്ലെ. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 22.5 ആയിരിക്കും. 45 ഇവിടെ കൊണ്ട് 22 അവിടെ വരണം. ഓക്കെ ആണോ? കിട്ടിയില്ലേ? ഇത്രയും. അപ്പൊ ഇതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇതിലെ ചോദ്യങ്ങളും ഇനിയിപ്പോ തന്നെ ഇതുപോലത്തെ ചോദ്യങ്ങൾ വേറെ വരും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതും ഇതിലുള്ളതും അല്ലാത്തതുമായ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യാൻ ഞാൻ മാരത്തോൺ ക്ലാസ്സിൽ ശ്രമിക്കും. ഓക്കെ, അഥവാ മാരത്തോൺ ക്ലാസ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ 2 പാർട്ടായിട്ടെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 2 പാർട്ടായിട്ട് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഫയൽ സൈസ് വരുമെന്ന് എനിക്കറിയില്ല. 2 പാർട്ടായിട്ടെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലൊരു സമയം ഒന്ന് പറയാം. ഓക്കെ, എത്ര മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.